സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഇന്നത്തെ ഒരു മീറ്റപ്പിന്റെ പ്രത്യേകത ക്രിസ്റ്റലില് ഈ ഒരു ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റിന്റെ എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു മീറ്റപ്പാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു മീറ്റപ്പ് വിളിച്ചു കൂട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എക്സാമിനേഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും നമ്മുടെ പ്രിപ്പറേഷൻ എന്തായി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഇല്ലാതിരിക്കാൻ സാധ്യത കാണും എന്ന് തോന്നിയിട്ടാണ്. ഒരു റിമൈൻഡർ ഇടയ്ക്ക് നല്ലതാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു റിമൈൻഡർ മീറ്റിംഗ് ആയിട്ട് നമ്മൾ ഒരു സീക്രട്ട് ആയിട്ടുള്ള മീറ്റിംഗ് ആയിട്ട് ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഒരു മീറ്റിംഗിലോട്ട് പ്രോഗ്രാം അതേസമയത്ത് ഒരുപാട് പേർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഐ ഡോണ്ട് നോ, മേ ബി അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരോട് പറയാനുള്ള ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്ര ഇന്നത്തെ സെഷനോട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ എക്സാമിനേഷൻ ജൂണിൽ തന്നെ നടക്കും എന്നുള്ളതാണ്. അപ്പൊ ജൂണിലെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമുക്ക് പഠിക്കാൻ പേപ്പർ 1 എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാത്രമല്ല ഉള്ളത്. അതേ സമയത്ത് നമ്മൾ ഓരോരുത്തരും എടുത്തിരിക്കുന്ന നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ആഴം മറ്റാരേക്കാൾ കൂടുതൽ നമുക്കറിയാം, അല്ലെ? ഡിഗ്രിക്കോ PGക്കോ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും പൂർത്തിയാവാത്തതാണ് നമ്മുടെ പേപ്പർ 2. ഇറ്റ്സ് എ റിയാലിറ്റി, അല്ലെ? ഇപ്പോഴും നമ്മൾ കുറെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും വി ആർ ഹാവിങ് മെനി തിങ്സ്. വാവ്, ഇതൊക്കെ നമ്മുടെ സബ്ജക്റ്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അതാണ് പേപ്പർ 2ന്റെ പ്രത്യേകത. പക്ഷേ അതേ സമയത്ത് നമുക്ക് ഈ 2 മാസത്തെ ഒന്ന് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹോപ്പോട് തന്നെ എക്സാമിനേഷൻ ഹാളിൽ പങ്കെടുക്കാനും അതിനടിസ്ഥാനത്തിൽ നമുക്ക് റിസൾട്ട് നേടാനും കഴിയും. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് പറയാനാണ് ഇന്നത്തെ സെഷനിൽ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എത്ര ദിവസമുണ്ട് എക്സാമിനേഷന്? തിങ്ക് അബൌട്ട് ഇറ്റ്. March 24 നോ. ഒരു 6 ദിവസം ഉണ്ട് അത് കഴിയാനെന്ന് വിചാരിക്കേ. പിന്നെ ഏപ്രിൽ ഫുൾ മന്ത്, മെയ് ഫുൾ മന്ത്, എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 66 ദിവസം, അല്ലെ? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 70 ദിവസം. പക്ഷെ നമ്മൾ 66-ൽ നിന്ന് 6 ഒഴിവാക്കും. ഒരു 60 ഡേയ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. ഒരു 60 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട്. 60 ദിവസം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണെന്ന് കൂടി ആലോചിക്കും. നിങ്ങളിൽ പലരും ക്രിസ്റ്റലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പലപ്പോഴും നിങ്ങൾ നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങൾക്ക് നെറ്റ് കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് ഓരോ സമയത്ത് നമുക്ക് വെറി കൊള്ളുക അല്ലെങ്കിൽ വാശി കയറുക എന്ന് പറയുന്നൊരു സംഗതി വരും. അത് തുടക്കത്തിലുണ്ടാവും. എപ്പോന്നറിയോ? സാധാരണ കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ഫേസിലൂടെ കടന്നു പോയവരാ. ഞാനിത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ആകരുത് നമ്മുടെ അടുത്ത മാസം എന്നുള്ളത് കൊണ്ടാണ്. എക്സാമിനേഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ലാസ്റ്റ് എക്സാമിനേഷൻ, തിങ്ക് അബൌട്ട് December 2023 എക്സാമിനേഷൻ. അപ്പൊ അത് കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പ്രാവശ്യം കുറച്ച് ടഫായിരുന്നു, അടുത്ത പ്രാവശ്യം എന്തായാലും പഠിക്കും. എവിടെ? ആ എക്സാമിനേഷൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബുക്ക് വാങ്ങിക്കാൻ പോകും. വി ഹാവ് ദാറ്റ് ടെൻഡൻസി ആക്ച്വലി. കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഈ നെറ്റ് എക്സാമിനേഷൻ എനിക്ക് ക്ലിയർ ചെയ്തേ പറ്റൂ എന്നുള്ളത്. പക്ഷെ ആ ഒരു സ്പിരിറ്റ് ആദ്യത്തെ ഒരു 10 ദിവസമോ 15 ദിവസമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞിങ്ങനെ വരും. അതിന് നമ്മുടെ കാരണം മാത്രമല്ല ഉള്ളൂ കേട്ടോ. പലപ്പോഴും നമ്മൾ മറ്റു ചില ഒക്കുപേഷൻസിലൂടെ ഉണ്ടാവും. മേ ബി വി ആർ ഡൂയിങ് റിസർച്ച്, അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി കോളേജിൽ എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് ഉണ്ടാവാം. ഇങ്ങനത്തെ പല സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പിന്നീട് നമുക്ക് ഫുൾ പേസിലോട്ട് വരാൻ ചിലപ്പം പറ്റിക്കോണമെന്നുണ്ടാവില്ല. ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ എഫക്റ്റീവ് ആയിട്ടുള്ള 2 മാസം ഉണ്ട്. ഐ എം ജസ്റ്റ് സെയിങ് അബൌട്ട് എ 60 ഡേയ്സ് പ്ലാൻ. 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നെറ്റ് എക്സാമിനേഷൻ കൃത്യമായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും, JRF തന്നെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരൊറ്റ കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ നോക്കുക. അത് എല്ലാവർക്കും വി ആർ നോട്ട് സെയിങ് അബൌട്ട് വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ളതല്ല പറയുന്നത്. അതായത് ഒരു സൈസ് എല്ലാവർക്കും എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയും ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി. ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരോടുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരൊറ്റ കാര്യം, ഈ 60 ദിവസം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. കുറെ കുട്ടികൾ പറയും, എക്സാമിന് സാർ അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടില്ലല്ലോ. അപ്ലിക്കേഷനും പഠനവും തമ്മിൽ ബന്ധമില്ല. അപ്ലിക്കേഷൻ ഈസ് എ വാർണിംഗ് ആക്ച്വലി. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങളൊന്ന് വാൺ ചെയ്യാണ് ഡേറ്റ് ആയിട്ട്. ഡു യു റിമെമ്പർ ലാസ്റ്റ് 1 ഇയർ, എക്സാക്ട്ലി 1 ഇയർ, മെയ് മാസത്തിലെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മെയ്യിൽ രജിസ്ട്രേഷൻ വന്നു, മെയ് 30 രജിസ്ട്രേഷൻ, ജൂൺ 6 മുതൽ എക്സാമിനേഷൻ തുടങ്ങി. 6 ദിവസം കൊണ്ട് അവർ എക്സാമിനേഷൻ തുടങ്ങി എന്നുള്ളതാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദാറ്റ് ഓൾസോ ഈസ് പോസിബിൾ. അതും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഡോണ്ട് വെയിറ്റ് ഫോർ സച്ച് കൈൻഡ് ഓഫ് ബ്ലഡി എക്സ്ക്യൂസസ് ലൈക്ക് നോട്ടിഫിക്കേഷൻ വരട്ടെ, അത് നിങ്ങൾക്കുള്ള അല്ല നോട്ടിഫിക്കേഷൻ.
പഠിക്കുന്ന കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ ഉള്ളതല്ല. പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചെറിയ പ്രോസസ്സ് മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ജാനുവരിയിൽ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പഠിച്ചും കുറെ കാര്യങ്ങൾ പറഞ്ഞും വെബിനാറുകൾ നടത്തിയും ഇവന്റുകൾ ഓർഗനൈസ് ചെയ്തിട്ടും പല സെഷൻസ് നമ്മൾ നടത്തി. അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ നല്ല ശതമാനം ആൾക്കാർ ഇതിലുണ്ട്, അല്ലാത്തൊരു ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് എ പ്രോസസ് ഓഫ് ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ്. അതിനെ നിങ്ങൾ ഈ 60 days ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പോയി പഠിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആകരുത് നിങ്ങളുടെ ഒരു ലേണിംഗ് ടൈം എന്നുള്ളത്. 60 ദിവസം ഉണ്ട്, 60 ദിവസം മതിയോ? ഡെഫിനറ്റ്ലി അത് മതി. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി കൂടിയാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേപ്പർ 2 എന്ന് പറയുന്ന സബ്ജക്ട് പലതാകാം. ഹിസ്റ്ററി ആകാം, കൊമേഴ്സ് ആകാം, മലയാളം ആകാം, പൊളിറ്റിക്കൽ സയൻസ് ആകാം, സോഷ്യൽ വർക്ക് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ അതിൽ എത്ര കോർ ടോപ്പിക്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഹിസ്റ്ററിയുടെ ഒരു ഫാക്കൽറ്റി ആയതുകൊണ്ടും നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് പിള്ളേർ പഠിക്കുന്നത് കൊണ്ടും നമുക്ക് പഠിക്കാനുള്ള ഹിസ്റ്ററിയിലെ മാക്സിമം നമ്പർ ഓഫ് ടോപ്പിക്സ് എന്ന് പറയുന്നത് 67 ആണ്. 67 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 67 ടോപ്പിക്കുകളുടെ തിരിച്ചും മറിച്ചുള്ള കാര്യങ്ങളാണ് 100 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതായത് 67 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് അർത്ഥം. അതിൽ തന്നെ ഇപ്രാവശ്യത്തെ ബാച്ചിൽ നമ്മൾ ഏകദേശം ഒരു 30-ലേറെ ടോപ്പിക്സ് കവേർഡ് ആണ്. ലാസ്റ്റ് വീക്ക് നമ്മൾ ഡൽഹി സൽത്തനേറ്റ് വരെ ഏകദേശം പറഞ്ഞ് അതിന്റെ ഒരു നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് മിഡീവൽ ഒരു 5 to 6 ക്ലാസ്സസ് വരുന്നുണ്ട്. പിന്നെ മോഡേണിലോട്ട് വി ആർ ജമ്പിങ്. അതോടുകൂടെ നമ്മളുടെ ഏകദേശം തീർന്നു. ബൈ ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം തീരും. മെയ് ഫുള്ള് വി ആർ ഗോയിങ് ഫോർ എ റിവിഷൻ. ഇത് നമ്മളുടെ അപ്രോച്ച് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പേപ്പർ 2 സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള നിർദ്ദേശം ഇത് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് 60 ടോപ്പിക്കിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനെ പേപ്പർ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യം. വേണ്ട 50 ടോപ്പിക്ക് പഠിച്ചാലും മതി. നിങ്ങളോട് ആരും നെറ്റ് എക്സാമിനേഷന് പോയിട്ട് ഫുൾ ടോപ്പിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് റിയാലിറ്റീസാ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 60 ടോപ്പിക്ക് പഠിച്ചിട്ടല്ല ഒരാൾ നെറ്റ് എക്സാമിനേഷൻ പാസ്സാവുന്നത്. എക്സാമിനേഷന് പാസ്സാകുന്നതിന് എക്സാമിനേഷന് കുറച്ച് ഡിമാൻഡിങ് കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എക്സാമിന്റെ നേച്ചർ എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ എന്റെ അടുത്തുണ്ടോ? ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ 60 ടോപ്പിക്ക് പഠിച്ചിട്ട് എക്സാമിനേഷൻ എഴുതിയാൽ മതി എന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് പേപ്പർ 2 യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ മാർക്ക് നിങ്ങൾ തന്നെ ഓരോരുത്തരും നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന്. ശേഷം നമ്മൾ ഫുൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇത് പേപ്പർ 2ന്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളിൽ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് പേപ്പർ 2 പലത് എടുക്കുന്നവരുണ്ടാവും, ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പേപ്പർ 2നെ പഠിച്ചെടുക്കാം എന്നുള്ളതിന്റെ ഒരു തോട്ട് പ്രോസസ്സ് വേണം. അതിൽ ഒരു കണ്ടീഷനെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ മുഴുവൻ സിലബസും പഠിച്ച് തീർക്കുന്നുള്ള വാശി പിടിക്കരുത്. ഒന്നാമത്തെ കാര്യം, വാശി പിടിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും എവിടെ എന്റെ ബുക്ക് പൊടി തട്ടിയെടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ ബുക്ക് എടുത്തിട്ട് ഞാൻ ഇപ്പൊ ഇത് വായിച്ചു തുടങ്ങും, ഇന്ന് തീർക്കുന്നുള്ള ആ പ്ലാനും എടുക്കരുത്. ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങൾ സംഭവത്തിൽ ആ ബുക്ക് വായിച്ച് തീരാനും പോകുന്നില്ല, ഓർമ്മിക്കാനും പോകുന്നില്ല, പരീക്ഷ ജയിക്കാനും പോകുന്നില്ല. ഇത് ഞാൻ ഇവിടെ 100 തവണ പറയുന്നേക്കാളും നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് 100 പേർക്ക് എന്നോട് ഇങ്ങോട്ട് പറയണ്ടാവും. ദാറ്റ്സ് റിയാലിറ്റി ആക്ച്വലി. ലാസ്റ്റ് വീക്ക് ഓൾസോ ഒരു സ്റ്റുഡന്റ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട്, സർ ആമസോണിൽ ഞാൻ ഏതൊക്കെ ബുക്ക് വായിക്കുന്ന സാറിന്റെ അഭിപ്രായം എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് എക്സാമിനേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, അല്ല മീൻസ് ജൂണിലാണോ ഡിസംബറിലാണോ? ജൂണിലാണ് സർ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, മുമ്പ് എഴുതിയിട്ടുണ്ട്, എന്നിട്ടും ബുക്ക് വായിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടല്ലേ? യെസ് ഡെഫിനറ്റ്ലി എന്നൊക്കെ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞപ്പോ ഞാൻ കുട്ടിക്ക് ഒരു നീണ്ട വോയിസ് മെസ്സേജ് അയച്ചു. പൊതുവെ നീണ്ട വോയിസ് മെസ്സേജ് അയക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കുട്ടിക്ക് അയച്ചു കൊടുത്തു, മോളെ ഈ നെറ്റ് എക്സാമിനേഷന് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നുവെങ്കിൽ PG പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും നെറ്റോ JRF കിട്ടുമായിരുന്നു. ഒന്നാമത്തെ പോയിന്റ് അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തിതാ. പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. കാരണം നമ്മൾ PGയുടെ സമയമാകുമ്പോഴേക്കും അത്യാവശ്യം വെൽ റീഡിംഗ് മോഡിലോട്ട് നമ്മുടെ അക്കാഡമിക് കരിയറിൽ 2 വർഷം മാറ്റി വെച്ചിട്ടുണ്ടാവും. അത്രയും പുസ്തകങ്ങൾ നമ്മൾ ലൈബ്രറി കണ്ടിട്ടുണ്ടാവും, വായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ എക്സാമിനേഷൻ സംതിങ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് കുറച്ച് കോണ്ടന്റും എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആ കോണ്ടന്റിനെ അലൈൻ ചെയ്തെടുക്കലും അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സാം പ്രാക്ടീസും ആണ് നമുക്ക് വേണ്ടത്. അത് മോൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ ഇപ്പൊ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡിസംബറിലോട്ട് വേണമെങ്കിൽ പ്രിപ്പറേഷൻ നടത്തിക്കോന്ന് ഞാൻ പറഞ്ഞു. പുസ്തകങ്ങളല്ല കാര്യം. പുസ്തകങ്ങളായിരുന്നുവെങ്കിൽ ഞാൻ പറയുവെച്ചാൽ നെറ്റോ JRF അതിനേക്കാൾ വലുതുണ്ടെങ്കിൽ കിട്ടാവുന്ന സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്.
അത്രയും വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വേണ്ട ഇൻഫർമേഷൻ റിവൈസ് ചെയ്യാൻ ടൈം കിട്ടത്തില്ല. നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കത്തില്ല. ഇതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അത് ആൻസറിലോട്ട് എത്താനും ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള കോണ്ടന്റ് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓരോ സബ്ജക്റ്റും അതിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഹിസ്റ്ററിയുടെ ഒരു അധ്യാപകനായതുകൊണ്ട് ഞാൻ പറയാം, ഹിസ്റ്ററി നമ്മൾ സാധാരണ ഉള്ള ഏതെങ്കിലും ഒരു ക്ലീഷേ ബുക്ക് വായിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത് ക്ലീഷേ ബുക്ക് എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഹിസ്റ്ററിയിൽ തന്നെ ബേസിക്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് ബുക്സ് ഉണ്ട്, ഓതേഴ്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന ബുക്കുകൾ ഉണ്ട് എന്നുള്ളത്. അതിൽ ബുക്ക് മാത്രം വായിച്ചിട്ട് കാര്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ ഉപീന്ദർ സിംഗ് എന്ന് പറയുന്ന ആൻഷ്യന്റ് ഇന്ത്യയുടെ ബുക്ക് മാത്രം വായിച്ചിട്ട് കാര്യമുണ്ടോ? നോ. ബുക്ക് മാത്രം വായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ബുക്ക് ലേണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ 2 മാസത്തേക്ക് ചിന്തിക്കല്ലേ, മറിച്ച് നിങ്ങൾക്ക് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള കോണ്ടന്റുകൾ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങളിപ്പോ എന്തായാലും ക്രിസ്റ്റലിൽ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ സബ്ജക്ട് അപ്രോച്ചും ഗൈഡൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. അപ്പൊ ആ കോണ്ടന്റും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് റിവിഷൻ നടത്തിയിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എക്സാംസ് ചിലപ്പോൾ ക്രിസ്റ്റൽ ക്ലാസ് നടത്തുന്ന എക്സാംസ് അല്ലെങ്കിൽ ഫുൾ ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, ഇങ്ങനത്തെ ടെസ്റ്റുകളായിരിക്കും ചെയ്യുന്നത്. പരീക്ഷ ചിലപ്പോൾ ചോദിക്കുന്നത് വേറെ ആയിരിക്കും. പക്ഷെ ദിസ് പ്രാക്ടീസ്, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, ആൻസറിലോട്ട് എത്തണം എന്നുള്ള പ്രാക്ടീസ് ആണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ജൂണിലെ പരീക്ഷാ ഹാളിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഡിസംബറിൽ പരീക്ഷ ഹാളിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലേണിംഗ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രോസസ് അല്ല, ഇറ്റ്സ് എ ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ്. ശരിയായ രീതിയിൽ നിങ്ങൾ എടുത്തു വെക്കുന്ന ഓരോ ചുവടുവെപ്പുകളാണ് യഥാർത്ഥത്തിൽ ഫൈനൽ റിസൾട്ട് ആയിട്ട് എത്തുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ 60 ദിവസത്തെ പേപ്പർ 2 എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളത് ഓരോ പേപ്പർ 2 സ്റ്റുഡന്റും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെറ്റ് എക്സാമിനേഷൻ പണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പേപ്പർ 2 മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പേപ്പർ 1 അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം കുറച്ചു കാലങ്ങളായിട്ട് പേപ്പർ 1 അത്യാവശ്യം നല്ല ടൈറ്റാ. ഒരു പക്ഷെ നമ്മൾ പറയാറുണ്ട് എക്സാമിനേഷന്റെ സിലബസ് മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്, അല്ലെ? ഞാൻ എപ്പോഴും പറയുന്നത് എക്സാമിനേഷന്റെ സിലബസ് മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല പോസിബിലിറ്റി പേപ്പർ 1 എന്നുള്ളത്. കാരണം പേപ്പർ 1 ഷുഡ് ബി സംതിങ് അഡ്വാൻസ്ഡ് വിത്ത് ദ കോണ്ടംപററി വേൾഡ്. അതനുസരിച്ച് കുറച്ച് അഡ്വാൻസ്ഡ് ആവണം. കാരണം പേപ്പർ 1 ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് ഹിസ്റ്ററി അറിയാം, നിങ്ങളുടെ മെയിൻ സബ്ജക്ട്. നിങ്ങൾക്ക് കൊമേഴ്സ് അറിയാം, നിങ്ങളുടെ മെയിൻ സബ്ജക്ട്. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് അറിയാം, നിങ്ങളുടെ മെയിൻ സബ്ജക്ട്. മലയാളം അറിയാം, നിങ്ങളുടെ മെയിൻ സബ്ജക്ട്. പക്ഷേ ഇത് മാത്രം അറിഞ്ഞിരുന്നുകൊണ്ട് ഒരു പുസ്തകപൂഴായിട്ടാണോ നിങ്ങൾ നെറ്റിന് ക്വാളിഫൈ ആവേണ്ടത്? അല്ല, ഡെഫിനറ്റ്ലി നോട്ട്. നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ധാരണ വേണം. അതുകൊണ്ടാണ് നിങ്ങൾ ടീച്ചർ ആകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്, റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വി ആർ ഹാവിംഗ് ദിസ് വീഡിയോ കോൺഫറൻസ് ത്രൂ സൂം, അല്ലെ? അത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്, ICT ആണ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. അപ്പൊ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനും ICT എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ എന്താണ്, കുറച്ച് ലോജിക് പഠിക്കണം, കുറച്ച് മാത്തമാറ്റിക്സ് പഠിക്കണം, കുറച്ച് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കണം. കൂട്ടത്തിൽ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന പ്രകൃതിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. മാർച്ച് 23 ഇന്നലെ എന്താ പ്രത്യേകത? മാർച്ച് 21 ഫോറസ്റ്റ് ഡേ, മാർച്ച് 22 വാട്ടർ ഡേ, മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ. ഇങ്ങനത്തെ 3 ദിവസങ്ങൾ ആചരിക്കുന്നുണ്ട്. ആ വേൾഡ് വാട്ടർ ഡേയുടെ തീം എന്താ? എനിബഡി? മിനിഞ്ഞാന്ന് ഇറ്റ്സ് വാട്ടർ ഫോർ പീസ്, അതിന്റെ തീമാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഭാവിയിൽ ഈ പേപ്പർ 1 റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ പണ്ടെങ്ങാനോ കടന്ന മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ് ഇപ്പോഴും നമ്മുടെ സിലബസ് ഉള്ളത്. ഇറ്റ്സ് ആക്ച്വലി ചേഞ്ച് എ ലോട്ട്. ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഏകദേശം പകുതി എത്തി തുടങ്ങി നമ്മള്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ലേണിംഗ് പ്രോസസ്സിനെയും ടെക്നോളജിയും മാറ്റണം. നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 മുതൽക്കുള്ളത്, അതിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളും വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള പുതിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഇപ്പോഴും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറച്ച് പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിടപ്പുള്ളത്. അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത പേപ്പർ 1 അപ്പൊ നിങ്ങൾക്ക് പേപ്പർ 1 പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്റ്റലിന്റെ നെറ്റിന്റെ റിസൾട്ട് വന്ന സമയത്ത് ക്രിസ്റ്റലിന്റെ സ്റ്റുഡൻസ് ഓരോരുത്തരും മെസ്സേജ് പറഞ്ഞത് ഓരോ കുട്ടിക്കും അഡീഷണലി 20-25 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പിക്കാമായിരുന്നു നെറ്റോ JRF കിട്ടുമായിരുന്നു എന്നുള്ളത്. അങ്ങനെ കുറെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പേപ്പർ 1 ആക്ച്വലി ഒരു തുറുപ്പ് ചീട്ടാണ്. ഇത്രയും ഞാൻ പറയുന്നത് വെച്ചാല് നമ്മുടെ പേപ്പർ 1 അറൌണ്ട് 50 സ്റ്റുഡൻസ് പ്രാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ ആ കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 30+ ക്ലാസ്സസ്, മാത്സിന്റെ ക്ലാസ്സസ് കഴിഞ്ഞു, 10ഓളം ക്ലാസ്സസ് മാത്സും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കഴിഞ്ഞു. റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക, ലോജിക്കൽ റീസണിങ് ഓൾമോസ്റ്റ് ഡൺ ആണ്. അപ്പൊ അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഏപ്രിൽ ആകുമ്പോഴേക്കും എല്ലാവരും തീരും. മെയ്യിൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് അല്ല.
മെയിൽ ഫുള്ള് നിങ്ങൾക്ക് റിവിഷനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും വരുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ തുറുപ്പ് ചീട്ട് യഥാർത്ഥത്തിൽ പേപ്പർ 2 അല്ല, പേപ്പർ 1 ആണ്. തുറുപ്പ് ചീട്ടിനെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇല്ല എങ്കിൽ നിങ്ങൾ പേപ്പർ 2 ഇങ്ങനെ കോഴി മുട്ടക്ക് അടയിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം കുഞ്ഞൊക്കെ വിരിയുന്ന സമയത്ത് അത് വേറെ എക്സാം ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് പേപ്പർ 1 ദാറ്റ് മച്ച് സീരിയസ്ലി. 10 യൂണിറ്റ് അല്ലേ ഉള്ളത്. 10 യൂണിറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉള്ളത് ഒന്നിനി മാത്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ 2 യൂണിറ്റ് ആയി, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്. ഇത് 3 ആയിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. ഇതിന്റെ ക്ലാസ്സസ് ക്രിസ്റ്റൽ ഓൾറെഡി ഇപ്പൊ ഡൺ ആണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ അത്രയും നേരത്തെ പഠിച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയാ. ഇനി നമുക്ക് സിംപ്ലി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ ഇൻഡെപ്ത് ഫാക്ടിലോട്ട് പോകാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ആടാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സേ വരുന്നുള്ളൂ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. പേപ്പർ 1 നിങ്ങൾ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പേപ്പർ 1 പഠിക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടി വരും? തിങ്ക് അബൌട്ട് ഇറ്റ്. മാത്സും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ബുദ്ധിമുട്ടാണ്, 10 ദിവസം മാറ്റി വെച്ചോ. 10 ദിവസം, 10 days. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാം കൂടി നിങ്ങൾക്ക് എത്ര വരുള്ളൂ അറിയാം? 20 ദിവസം. അതായത് 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പേപ്പർ 1 സിംപ്ലി സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പേപ്പർ 1 നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് ഒരു 40 ക്വസ്റ്റ്യൻസ് എങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും ഇഫ് യു ഹാവ് എ ഗുഡ് റൈറ്റ് ഓറിയന്റഡ് പ്രാക്ടീസ്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ വേണ്ടി പോകുന്നത് 80 മാർക്കാണ്. ഈ 80 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, പ്ലസ് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു 90-100 മാർക്ക് ഉണ്ട് വിചാരിക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നെറ്റ് കിട്ടും. കുറച്ചുകൂടെ സബ്ജക്റ്റിൽ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ JRF കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക, JRF ക്ലിയർ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് ഫോക്കസിൽ കാര്യങ്ങൾ ചെയ്യുന്നിടത്തോളം. ചെയ്തിട്ടില്ലേ, ഇപ്രാവശ്യത്തെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരും, എന്നിട്ട് പറയും സർ ഇപ്രാവശ്യം കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല, ഒന്നുകൂടെ നോക്കണം എന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് പറയും. ഞാൻ കാര്യം റിപ്പീറ്റ്ലി കഴിഞ്ഞൊരു വർഷമായിട്ട് കുറെ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ തുടക്കത്തിൽ 10 ദിവസം ഇതേ എനർജി ഉണ്ടാവും, പിന്നെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആവും, പിന്നെ കുറച്ച് പിന്നോട്ട് മാറി നിൽക്കും. അതാകരുത് പ്രവണത. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. 2 മാസമുണ്ട്, 60 ദിവസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗായ്സ്, ഇത് നമ്മൾ നമ്മളോട് കൂടെ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷനാ. ഇത്രയും കാലം നമ്മൾ ഇതിന്റെ പിന്നാലെ നടന്നു അല്ലേ? അതിൽ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചു, കിട്ടിയില്ലേ, പഠിക്കുന്നില്ലേ, എന്ത് പറ്റി? ഈവൻ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാ, അവർക്ക് അവരുടെ ഫാമിലി ലൈഫ് കൊണ്ടുപോകണം, എന്നിട്ട് പോലും അവരോട് പറയുന്നത് എന്താ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തരുന്നില്ലേ, എന്നിട്ട് എന്തേ പഠിക്കാഞ്ഞു എന്നാ ചോദിക്കുക. അപ്പൊ നമ്മുടെ മനസ്സ് പൊട്ടുന്നൊരു വേദന ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു വേദന ഉണ്ടെങ്കിൽ ദിസ് ഷുഡ് ബി എ ഗുഡ് റിപ്ലൈ ഓഫ് സക്സസ് ഫോർ ദം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്രാവശ്യത്തെ നെറ്റ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, യു ഷുഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ അപ്രോച്ച് ഇൻ വിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, റിസൾട്ട് നേടണം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരൊറ്റ കാര്യം, സൈലന്റ് ആയിട്ടാണെങ്കിൽ സൈലന്റ്, ഡിസിപ്ലിൻ ആയിട്ട് പഠിച്ചോ, വൃത്തിക്ക് ചെയ്തോ, എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സക്സസ് ഉണ്ടാകും. വൃത്തിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാകും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരുപാട് ആന മറിക്കുന്ന പോലെ എവിടെ UGC നെറ്റ് പേപ്പർ 1 PYQs എവിടെയാണ് ഇത് കിട്ടുന്ന വെച്ചാൽ ആന മറിക്കുന്ന പോലെ വലിയ സംഭവം ഒന്നും വേണ്ടടോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്താണ് എക്സാമിനേഷൻ അത് ഡിമാൻഡ് ചെയ്യുന്നത്? അതിന്റെ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് എന്താണ്, അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ള രീതിയിലോട്ട് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ പഠിക്കാനുള്ള ഒരു ശ്രമം. അപ്പൊ ഓരോ ടോപ്പിക്കും വൃത്തിക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ യു വിൽ ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ടീച്ചിങ് ആറ്റിറ്റ്യൂഡ്, ഐ എം ഗുഡ് അറ്റ് ഇറ്റ് സർ എന്ന് നിങ്ങൾ പറയും. റിസർച്ച് ഓരോന്നും നിങ്ങൾ പറയും. ഓക്കെ, പ്ലസ് ഞാൻ പറയുന്നത് ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കും. ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യും, ഒരു ക്രാഷ് ഇവന്റ് കൂടെ പ്ലാൻ ചെയ്യും. ഓക്കെ, ഒരു 10 to 14 ഡേയ്സിന്റെ ഒരു ക്രാഷ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ അടുത്തൊരു 25 ദിവസമോ 30 ദിവസമോ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള പ്ലാന് നിങ്ങൾ തയ്യാറാക്കണം. ഞാൻ വീണ്ടും പറയുന്നത്, വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയുന്ന പോളിസി അല്ല നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഇറ്റ് ഈസ് ഡിഫറെന്റ്. കാരണം നിങ്ങളിൽ മാത്സ് സർ അത്യാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും.
ഒട്ടും അറിയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടു കൂട്ടരും ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങാം. മാത്സ് ആണോ മിനിമം 10 days കൊടുക്ക്, മാത്സ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ലോജിക്കൽ റീസണിംഗ് ആണോ ഒരു 3-4 ദിവസം കൊടുത്താൽ മതി. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ സത്യം പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതോ ആണ്. അതേപോലെ അല്ല മാത്സും കാര്യങ്ങളും, അതൊക്കെ പ്രാക്ടീസ് ആണ്. മാത്സ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഈസ് സംതിങ് ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. അറ്റ് ദി സെയിം ടൈം ഓൾ അതർ യൂണിറ്റ്സ് കോൺസെപ്റ്റ് ഉണ്ടോ, കുറച്ച് ഫാക്ടുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കോൺസെപ്റ്റ് വൃത്തിക്ക് കത്തിയിട്ടില്ല എന്നുള്ളത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് നടത്തിയിട്ടില്ല എന്നുള്ളതും ആയിരിക്കാം. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഐ എം ഗോയിങ് ടു ടേക്ക് യുവർ സ്റ്റാൻഡ് ആസ് വെൽ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന ഒന്നായി കഴിഞ്ഞാൽ നല്ലത്. അതേസമയത്ത് ക്ലാസ്സുമായിട്ട് ക്ലാഷ് വരരുത്. ഫോർ എക്സാമ്പിൾ, പേപ്പർ 2 ക്രിസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, പേപ്പർ 1 മാത്രമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ പേപ്പർ 1ന്റെ ക്ലാസ്സസിന്റെ സമയത്ത് നിങ്ങൾക്ക് പേപ്പർ 1 അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിസ്റ്റലിന്റെ ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും പേപ്പർ 1ന് ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കണം? അത് നിങ്ങൾ ചെയ്യേണ്ടത് 3 ദിവസം ഫുള്ള് പേപ്പർ 1 എന്നതല്ല ഉദ്ദേശം. നിങ്ങൾ 3 ദിവസം ഒരു 1-2 മണിക്കൂർ എന്ന രീതിയിൽ കൃത്യമായിട്ട് പേപ്പർ 1ന് വേണ്ടി മാറ്റി വെക്കുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് മാറ്റി വെക്കുക. അങ്ങനെയും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന നോക്കുക. കാരണം നിങ്ങൾ പല ആക്ടിവിറ്റിയിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. രാവിലെ എത്ര നേരത്തെ എണീക്കുന്നവരുണ്ടോ അങ്ങനത്തെ ആൾക്കാർ റിവിഷൻ വെച്ച് തുടങ്ങാം. ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണോ അപ്പൊ അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അലൈൻ ചെയ്യാം. ഇത് നിങ്ങളുടെ ടൈം ടേബിളാണ്. മുമ്പ് ക്രിസ്റ്റലിൽ നമ്മൾ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഓൾറെഡി ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ആ ഇൻഡിവിജ്വൽ സ്റ്റഡി ടൈമും സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു 4 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കാൻ പറ്റും. അതിൽ 3 മണിക്കൂർ സബ്ജക്ട് കൊടുക്കും, 1 മണിക്കൂർ നിങ്ങളുടെ പേപ്പർ 1 കൊടുക്കും. ഓൾറെഡി ആപ്ലിക്കേഷനിൽ അത്യാവശ്യം വീഡിയോസ് കിടപ്പുണ്ടല്ലോ. ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ദാറ്റ് വൺ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളും കോൺസെപ്റ്റ് മനസ്സിലാവും. ഇത് മനസ്സിലാകാതെ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്കുകൾ എടുത്ത് വായിച്ചിട്ടോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടോ കാര്യം ഉണ്ടാവില്ല. പക്ഷെ ഇഫ് യു നോ ദ വെരി ക്രക്സ് ഓഫ് ദ ടോപ്പിക്, ആ തീം നിങ്ങൾക്ക് പിടുത്തം കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് സം കൈൻഡ് ഓഫ് വാട്ട് ഇംപ്രൂവ്മെന്റ്സ് ഓൾസോ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷൻ ചുമ്മാ കേട്ട് പോവുകയല്ല വേണ്ടത്. നിങ്ങൾ അത് നിങ്ങൾക്ക് അങ്ങനെ അത് ഉപകാരപ്പെടും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം. നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എന്തായാലും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കേ അറിയുള്ളൂ, അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ഗ്രൂപ്പുള്ള ആൾക്കാരാ, അതായത് ഹിസ്റ്ററി പഠിക്കുന്ന പിള്ളേരുണ്ട്, കൊമേഴ്സ് പഠിക്കുന്ന പിള്ളേരുണ്ട്, മലയാളം പഠിക്കുന്ന പിള്ളേരുണ്ട്, പേപ്പർ 1 മാത്രം പഠിക്കുന്ന പിള്ളേരുണ്ട്, മിക്സ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുക. ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തായാലും പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അപ്കമിങ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ അതിന് പുറമെയായിട്ട് നിങ്ങൾ ഒരു ദിവസം ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. ഞാൻ മുമ്പും ചെയ്യിപ്പിച്ചതാ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒന്നാകരുത്. ഞാൻ പറഞ്ഞ ലേണിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ഇൻ ദ റൈറ്റ് വേ എന്നുള്ളതാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഐശ്വര്യ ഇന്ന് പഠിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചുമ്മാ എടുത്തുനിന്ന് വായിച്ചു നോക്കുകയാണ്. അപ്പൊ വായിച്ചു നോക്കുന്ന സമയത്ത് ഐശ്വര്യ വാ ഇത് കൊള്ളാലോ, ഞാൻ ഇത്രയും കാലം ടീച്ചിങ് നടത്തിയിട്ട് എനിക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലായില്ലേ തോന്നുവാണെങ്കിൽ അത് വെച്ചിട്ട് ഐശ്വര്യ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലും ഇട്ട് നോക്ക്. ഐശ്വര്യ ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഹാനത്ത് അതേപോലെ ചെയ്ത് നോക്കിക്കേ, ആഷി ചെയ്ത് നോക്കിക്കേ, രശ്മി ചെയ്ത് നോക്കിക്കേ. എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തർ പഠിക്കുന്നുള്ളതിന്റെ റിഫ്ലക്ഷനും കിട്ടും. നിങ്ങൾ ഓരോരുത്തർ ഇടുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങളുടെ ഗ്രൂപ്പ് അനുസരിച്ചിട്ട്. ഇത് നിങ്ങൾക്ക് ചെയ്തൂടെ? നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾക്കുള്ളതല്ലേ, നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ലേ? അത് ഗ്രൂപ്പിന്റെ ക്ലാസിന്റെ ലിങ്ക് നോട്ട്സ് മാത്രം അയക്കാനുള്ളതാണോ? അല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടെ ഒരു സ്റ്റഡി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നത് പോലെ തിങ്ക് അബൌട്ട് ഓൺലി വൺ കണ്ടീഷൻ. നിങ്ങൾ ക്രിസ്റ്റലിൽ വന്നിരിക്കുന്നത് അത് നെറ്റും ജെആർഎഫും ക്വാളിഫൈ ചെയ്ത് പോകാനാണെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അത് എന്ത് ചെയ്യുകയാണെങ്കിലും അതിലൂടെ എത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, പരിചയം ഉണ്ടാവും, നെറ്റും ജെആർഎഫും ഉണ്ടാവില്ല. നമുക്കെല്ലാം വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് എന്താണോ ദാറ്റ് ഡെഫിനറ്റ്ലി യു ഗൈസ് നോ. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോമ്പാറ്റിന്റെ റിവിഷൻ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ മിഡീവലിന്റെ നാളെ മുതൽ നമ്മൾ ഫ്രീ ക്ലാസ്സസ് 5 ദിവസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ടോപ്പിക് ഒക്കെ പഠിച്ച് തീരുവേ.
ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്. അതേപോലെ പേപ്പർ 1 ക്ലാസ്സസ് എടുക്കണം. അത് കൃത്യമായിട്ട് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അത് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് കാണുന്നവർ അത് കണ്ടിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ചുമ്മാ കണ്ടന്റ് ഡെവലപ്പ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഫ്രം യുവർ സൈഡ് ട്രൈ ടു ഫോർമുലേറ്റ് അറ്റ്ലീസ്റ്റ് 1 or 2 ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് ടോപ്പിക്. എന്നിട്ട് നിങ്ങൾ അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നോളജ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ബാക്കി ആൾക്കാരുടെ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കോമ്പറ്റീഷൻ മനസ്സിലാവുകയും ആൾക്കാരുടെ ഫർദർ എക്സ്പ്ലനേഷൻ വരികയും അങ്ങനെ ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. അങ്ങനെയാണ് ഉണ്ടാവുക. അതിനുവേണ്ടി നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ചെയ്യാം. ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? സോ ലെറ്റ് മീ സമ്മറൈസ്. 60 ദിവസം. വി ആർ നോട്ട് ജമ്പിങ് ടു ജൂൺ. ജൂണിലോട്ട് നമ്മൾ കടക്കുന്നേ ഇല്ല. അതിനു മുമ്പ് നമ്മൾ പഠിച്ച് സെറ്റ് ആയിരിക്കണം. ഓൺലി ദാറ്റ് കണ്ടീഷൻ. 60 ദിവസം. പേപ്പർ 2 എത്ര ടോപ്പിക്സ് ഉണ്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതിൽ ഞാൻ പറഞ്ഞു എല്ലാ ടോപ്പിക്സും പഠിച്ചു തീർക്കുന്ന ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കരുത്. അത് വേണ്ട. മറിച്ച് നിങ്ങൾ ഏറ്റവും നല്ലൊരു അപ്രോച്ച്, ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുക. അതിനനുസരിച്ച് പുസ്തകങ്ങളുടെ പിന്നാലെ ഇപ്പൊ പോകാതിരിക്കുക. ലൈവ് ക്ലാസ്സസോ അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസോ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് സീക്ക് ചെയ്യുക. ക്രിസ്റ്റൽ കൊടുക്കുന്ന ഹിസ്റ്ററി ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പൊ ക്ലാസ്സുകളാണ് വേണ്ടതുള്ള ആൾക്കാർ അത് അങ്ങനെ സീക്ക് ചെയ്യുക. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, അവരുടെ എന്താണ് റിസോഴ്സസ് ഉള്ളത് ആ റിസോഴ്സസ് വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഡോണ്ട് ഗോ ഫോർ ന്യൂ റീഡിങ്സ്. പുതിയ റീഡിങ്സിലോട്ട് ഇപ്പൊ നിങ്ങൾ പോകരുത്. ഇപ്പൊ പുതിയ റീഡിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല, തീരത്തില്ല, എക്സാമിനേഷൻ പാസ് ആകൂല. അപ്പൊ ആ കാര്യം വേണ്ട. എന്നിട്ട് മാക്സിമം അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കമ്മിങ് ടു പേപ്പർ 1. പേപ്പർ 1 ഞാൻ പറഞ്ഞ പോലെ മാത്സ് ആണ് പേടിയെങ്കിൽ 10 ദിവസം അതിന് മാറ്റി വെക്കുക. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി, ഒരു 20 ഡേയ്സ് മാറ്റി വെച്ചിട്ട് 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പേപ്പർ 1 ഒരു തവണയെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. മെയ് മുതൽ ഡോണ്ട് വറി, മെയ് മുതൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ്, ക്രാഷ് ക്ലാസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. അപ്പൊ അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മേക്ക് ഷുവർ യു ആർ ഹാവിംഗ് വൺ പെർട്ടിക്കുലർ ടൈം ടേബിൾ ദാറ്റ്സ് ഫിറ്റ്സ് യു. നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്ന ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അതാണ്. അതിന് എങ്ങനെ ചെയ്യണം എന്നുള്ള ക്രിസ്റ്റൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ടൈമും ഫ്രീ ടൈമും കാര്യങ്ങളും വെച്ചിട്ട് റിവിഷന് പ്രത്യേകം സമയം കണ്ടെത്തുക എന്നുള്ളത്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് എത്ര ചെറുതാണോ വലുതാണോ, കുഞ്ഞു പാരഗ്രാഫാണോ വലിയ പാരഗ്രാഫാണോ, കുഞ്ഞു ടോപ്പിക്കാണോ വലിയ യൂണിറ്റ് ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ട്രൈ ടു ഫോർമുലേറ്റ് അറ്റ്ലീസ്റ്റ് 1 or 2 ക്വസ്റ്റ്യൻസ് ഫ്രം ദർ. എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യാം. അതായത് പേപ്പർ 1 ഗ്രൂപ്പിൽ പോയിട്ട് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് പേപ്പർ 1 പിള്ളേരെ പേടിപ്പിക്കണ്ട. പറഞ്ഞ മനസ്സിലായോ? അവിടെ പേപ്പർ 1 ക്വസ്റ്റ്യൻസ് ഇടുക. ഹിസ്റ്ററിയുടെ ഗ്രൂപ്പിൽ ഹിസ്റ്ററി ഇടുക, കൊമേഴ്സിന്റെ ഗ്രൂപ്പിൽ കൊമേഴ്സ് ഇടുക, മലയാളത്തിന്റെ ഗ്രൂപ്പിൽ മലയാളം ഇടുക. എന്നാൽ ഞാൻ സത്യം പറയാലോ, ഡെഫിനറ്റ്ലി ഗൈസ് യു ക്യാൻ വിൻ ദിസ് എക്സാമിനേഷൻ. നിങ്ങളിപ്പോ ഈ പറഞ്ഞതൊക്കെ ഇതികൂടെ കേട്ട് ഇതികൂടെ വിടാനാണ് പ്ലാൻ എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾ ഇതികൂടെ കേട്ടിട്ട് ഇതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് അപ്രീഷിയബിൾ. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? നിങ്ങൾ നിങ്ങളുടെ ടൈമിനൊന്ന് ഫോർമുലേറ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ടൈമിനൊന്ന് ഫോർമുലേറ്റ് ചെയ്യും. എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ പോസിബിൾ ആവുക, നിങ്ങൾക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞ് മനസ്സിലായോ? സോ ഗൈസ്, അടുത്ത 60 ഡേയ്സ് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്കുള്ളതാണ് എന്നുള്ള കാര്യം മാത്രം ആലോചിക്കുക. ഡു നോട്ട് ബി ഡിസ്റ്റർബ്ഡ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് എനി അതർ തിങ്സ്. നിങ്ങളുടെ ട്രിപ്പും പ്ലാനും ഒക്കെ ഉണ്ടെങ്കിൽ ചൂടുകാലാണ്, വീട്ടിലിരുന്ന് തന്നെ പഠിച്ചോളൂ. കൂടുതൽ പുറത്തോട്ടൊന്നും പോകേണ്ട. കൃത്യമായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. അങ്ങനെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്റ്റൽ ഈസ് വിത്ത് യു ആൻഡ് വിഷ് യു ഹാപ്പി ലേണിംഗ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നൗ ഇഫ് യു ഹാവ് എനിത്തിങ്, I am ready to listen and update you.